15-ാം ദിവസം. കർത്താവിനു വേണ്ടി അധ്വാനിക്കുന്നവൻ്റെ ആത്മസന്തോഷം. വടക്കേ ഇന്ത്യയിൽ നിന്നും ജെറുസലേമിൽ തിരികെ എത്തിയ തോമാശ്ലീഹ അവിടെ വെച്ച് മറ്റ് അപ്പസ്തോലന്മാരെ കണ്ടുമുട്ടി. അവരും മാതാവിൻ്റെ മരണവാർത്തയറിഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഒന്നിച്ചു സമ്മേളിച്ചപ്പോൾ ഓരോരുത്തരും തങ്ങൾ ചെയ്ത കാര്യങ്ങൾ വിസ്തരിച്ചു പറയുകയും അവയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. തോമാശ്ലീഹായും ഇന്ത്യയിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അവരെ ധരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിച്ചു. അനേകർ മാനസാന്തരപ്പെട്ടു, മാമോദീസ സ്വീകരിച്ചു. അക്കൂട്ടത്തിൽ രാജാവിൻ്റെ സഹോദരനായ ആബദാനും ഉണ്ടായിരുന്നു. എന്നാൽ അത് പൂർത്തിയാക്കുവാൻ എനിക്ക് സാധിച്ചില്ല. അതിനു മുമ്പ് തന്നെ മാലാഖ എന്നെ ഇവിടേക്ക് സംവഹിച്ചു. ഇന്ത്യയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വേളയിലാണ് തോമാശ്ലീഹായെ മാലാഖമാർ ജെറൂസലത്തേക്ക് നയിച്ചത്. വിചിന്തനം. എവിടെയും ഏതു സമയത്തും ദൈവഹിതം മാത്രം നിറവേറ്റുന്നവൻ്റെ ആത്മസന്തോഷമാണ് തോമാശ്ലീഹ ഇവിടെ അനുഭവിക്കുന്നത്. തോമാശ്ലീഹ തൻ്റെ ജീവിതത്തിലുടനീളം കർത്താവിൻ്റെ തിരുഹിതമനുസരിച്ച് മാത്രമാണ് നീങ്ങിയത്. നാം സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്ന 72 ശിഷ്യന്മാരുടെ സന്തോഷം പോലെയാണ് ഈ സന്തോഷവും. സുവിശേഷത്തിലെ 72 ശിഷ്യന്മാർ ഈശോയുടെ അടുക്കൽ മടങ്ങി വന്ന് വിവരങ്ങൾ ധരിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഇതും. തോമാശ്ലീഹ മാത്രമല്ല, എല്ലാ സ്ലീഹന്മാരും ആ സന്തോഷം അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഞാനെന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന ഗുരുവിൻ്റെ വചനങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ ശരിക്കും അനുഭവിക്കുകയായിരുന്നു. ചരിത്രം പരിശോധിച്ചാലും തോമാശ്ലീഹായെക്കുറിച്ചുള്ള ഈ പ്രസ്താവം ശരിയാണെന്ന് കാണുവാൻ കഴിയും. ഗൊണ്ടഫറസ് രാജാവിൻ്റെ ഇന്തോ പാർത്യൻ രാജ്യത്തിലായിരുന്നു തോമാശ്ലീഹ സുവിശേഷ പ്രഘോഷണം നടത്തിയിരുന്നത്. തോമായുടെ നടപടികൾ അനുസരിച്ച് ഗൊണ്ടഫറസിന് ഗാദ് എന്നു പേരുള്ള ഒരു സഹോദരനുണ്ടായിരുന്നു. പാർത്യൻ രാജാക്കന്മാരുടെ പാരമ്പര്യമനുസരിച്ച് രാജസഹോദരൻ എന്നറിയപ്പെട്ടിരുന്നത് രാജാവിൻ്റെ സഹോദരിയുടെ മകനായിരുന്നു. അയാളായിരുന്നു അനന്തരാവകാശിയും. രാജാവിൻ്റെ സഹോദരി പുത്രന് മാമോദീസ നൽകുവാൻ ആരംഭിക്കുമ്പോഴാണ് മാലാഖമാർ തന്നെ ജെറുസലേത്തിലേക്ക് സംവഹിച്ചത് എന്നാണല്ലോ തോമാശ്ലീഹ പറഞ്ഞത്. തോമായുടെ നടപടികളിലെ രാജസഹോദരനും ഇവിടെ പറയുന്ന രാജാവിൻ്റെ സഹോദരി പുത്രനും ഒരാൾ തന്നെയെന്നു സാരം. ദൈവഹിതമനുസരിച്ച് എന്നും പരിശ്രമിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് പരിശ്രമിക്കാതെ ജീവിതത്തിൽ വൻപ് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. സ്വയം പുകഴ്ത്തുവാൻ പരിശ്രമിക്കുന്നവന് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദൈവിക ഇടപെടലുകൾ കണ്ടെത്തുവാനോ അംഗീകരിക്കുവാനോ ഒരിക്കലും സാധിക്കുകയില്ല. വിനയാന്വിതനായി ദൈവഹിതം നിറവേറ്റുന്നവനാണ് യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത്. ആ സന്തോഷം ലഭിക്കുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. താൻ ദൈവഹിതത്താൽ സുവിശേഷ പ്രഘോഷണാർത്ഥം ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് തോമാശ്ലീഹ വിശദീകരിക്കുന്നത്. സ്വന്തം ചെയ്തികൾ പുകഴ്ത്തി പറയുകയല്ലായിരുന്നു. കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവൻ്റെ ആത്മസന്തോഷമാണ് ഇവിടെ കാണുന്നത്. മക്കൾക്കായി